ക്യാമറ കണ്ടപ്പോ ഇതിന് മണ്ടുണ്ട്. അപ്പം ഏറ്റവും വലുത് തന്നെ. അങ്ങനെ നമ്മൾ ഫൈനലി ഹ്യുണ്ടായിയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. മുംബൈയിൽ സർവീസിന് കൊടുന്നതാണ്. വണ്ടി ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എന്നേ അന്വേഷിച്ചിട്ട് ഇടാനുള്ള പ്ലാനാണ്. അല്ലാതെ തന്നെ ഗോവയിലിടും. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും പറ്റും ഒന്ന് പോവിടുന്ന്. പിന്നെ വണ്ടി കുറച്ച് പണിയുണ്ട്. കാരണം ഡീസൽ ഫിൽറ്റർ സീനാണ്. 2 ദിവസം ഇടണമെന്നാ പറഞ്ഞത്. ഒരു ഹ്യുണ്ടായി വണ്ടിക്ക് കുറച്ച് അധികം പണിയുണ്ട്. ഡീസൽ ഫിൽറ്റർ സീനാന്നാ പറഞ്ഞത്. സൂക്ഷിച്ച് കണ്ട് ഓടിക്കാനാ പറഞ്ഞത്. അപ്പോ അവര് സർവീസ് ആയിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മള് സർവീസ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. ഞങ്ങള് മുംബൈയിലെ ധാരാവി എന്ന് പറയുമ്പോ ഊച്ചാളി എന്ന് പറയരുത്. എന്തായാലും ധാരാവി എന്താന്നുള്ള ഒന്ന് കണ്ടിട്ട് വരരുത്. കൂടുതൽ ഇവിടെ നിൽക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് അത്രേ ഉള്ളൂ. ഇന്നലെ താജും കാര്യങ്ങളും കണ്ടു. താജ് നൈറ്റ് ആണ് നല്ല രസാട്ടോ. പിന്നെ അടിപൊളിയാ. പിന്നെ നമ്മുടെ CSMT ഞാൻ പറയാം റെയിൽവേ സ്റ്റേഷൻ, അതും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാ. അത് രക്ഷയില്ല. ഒരു കൊട്ടാരാണോ റെയിൽവേ സ്റ്റേഷൻ ആണോ നമ്മങ്ങനെ നോക്കിപ്പോവും. ഇതാണ് ധാരാവി. ഇതിന്റെ ഏരിയൽ വ്യൂ കാണാൻ അടിപൊളിയൊക്കെ ഈ ധാരാവിയുടെ. കണ്ട് പണ്ട് കൊട്ടേഷൻകാരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമല്ലത്. സിനിമയിലങ്ങനെ കേൾക്കുന്നില്ലേ? ഇവിടെ അതുപോലെയൊക്കെ മറ്റും ഉണ്ടായിരുന്നു, ഇവ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. സിനിമക്ക് വേണ്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ മക്കളെ ഇതൊക്കെ ഇവിടെ ഒന്നും കാണാനില്ല. ധാരാവി സെന്റർ ഇതാണ് ധാരാവി ജംഗ്ഷന്. ഇതാ ഞാൻ മാപ്പിൽ നോക്കിയിരിക്കുന്നത് സത്യമായിട്ട്. ഇതാ ധാരാവി. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളെ ഇതിലൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിരുന്നു. ഓരോരുത്തരെ കിടക്കണ കണ്ടിട്ടേ സങ്കടം തോന്നി. അപ്പൊ ഞങ്ങളെ വണ്ടി സ്വർഗാണ്. വണ്ടി സ്വർഗമായിരുന്നു ശരിക്കും. എത്ര ആളുകളാണ് ഫുള്ള് തെരുവ് കൂടെ. ഞാന് ബാംഗ്ലൂർ പോലും ഇങ്ങനെയൊന്നും കണ്ടില്ല. ബാംഗ്ലൂരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ തെരുവ് കൂടി ജീവിക്കുന്ന ആളുകൾ എത്ര അധികമാണ് ഇവിടെ അറിയോ. ഭയങ്കരാണ് ഇവിടെ. അതുപോലെ തന്നെ കിടക്കും ഓരോരുത്തർ ഇങ്ങനെ. അങ്ങനെ അതാണ് ഉറക്കം. അതേമാതിരി ഇതൊരു വണ്ടിയിലൊക്കെ കിടക്കുക, ആ പുതപ്പ് തിരിച്ചിട്ട് അങ്ങനത്തെ ഒരു ജീവിതാട്ടോ ഇവിടെ. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയൊരു ഇതെന്താ അറിയോ, ഷോപ്പിംഗ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്താൽ പോരെ. നമ്മളെ സിറ്റി വിട്ടൊരു കളില്ല. നമുക്ക് എന്തുകൊണ്ടും ബാംഗ്ലൂർ, ഞങ്ങൾക്ക് എന്ത് വന്നാലും ബാംഗ്ലൂരേ ഉള്ളൂ. ബാംഗ്ലൂര് നമുക്ക് വലുത്. ശേഷം നമുക്ക് ലാസ്റ്റ് മനസ്സിലായ കാര്യം ബാംഗ്ലൂർ സ്വർഗമാണ്. സ്വർഗം. ബാംഗ്ലൂർ പെർഫെക്റ്റ് സിറ്റിയാണ്. കാഴ്ചകളൊക്കെ കാണുന്നത്. ആ ഇഷ്ടികളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടി കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോ വീണെന്ന് ആലോചിച്ച് നിൽക്കുന്ന ബിൽഡിംഗ് അടികൂടെ ഉണ്ടാവും. നടുകുന്ന ഓരോ ഇഷ്ടികളൊക്കെ ഇളകി പോ നിൽക്കണം. ഞങ്ങൾ ഉള്ളിലോട്ട് കേറുന്നില്ല. വണ്ടിയിൽ ഇങ്ങനെ കണ്ടുപോകും, അത്രേ ഉള്ളൂ. ഉള്ളിലോട്ട് ഞങ്ങൾ കേറുന്നില്ല. ഈ വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടാണ്. ഏതോ കേസിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു മനുഷ്യനും കുട്ടിയായിട്ടില്ല. ഇവിടെ ആരെ സമരം കുത്തിക്കണോ എനിക്ക് തോന്നണേ. നമ്മളെ പാർട്ടിക്കാർ ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇവിടെ ഇതാ തകരത്തിന്റെ ഷീറ്റ് കൊണ്ടാണ് ഓരോന്ന് പണിത് വെച്ചിട്ടുള്ളത്. അവിടെ പൊളിഞ്ഞാടാനുള്ള ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷീറ്റാണ്. ഇതാണ് വീട്. എന്തായാലും ഒരു അവസ്ഥയാണ് ഇതൊക്കെ. അല്ല, ഇങ്ങനെയുള്ള സ്ലംസുകൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിലും കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് ഉണ്ടാവും. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് തന്നെ. ആ കാണുന്നതാണ് ചേരികൾ. കണ്ട 2 സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. പക്ഷെ കാണുന്നില്ല, അവിടെ ഫുള്ള് വണ്ടികളാണ്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടമാതിരി വെറും ദാരിദ്ര്യം കോളനി ഒന്നല്ല. ഇവിടെ സ്റ്റാൻഡേർഡിന്റെ അങ്ങേ തല ഉണ്ട്. ഇവിടെ ഓട്ടോറിക്ഷയും അതേപോലെ വാഗണർ ടാക്സി ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇന്നലെ രാത്രി ഇങ്ങനെ ഞങ്ങൾ കടലിനങ്ങോട്ട് പോയിന്ന്, മറൈൻ ഡ്രൈവ് ആ ഭാഗത്തേക്ക്. അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നോക്കിയ പണ്ടല്ലോ നല്ല ചെറിയൊരു ദുബായ് പോലെ ഒരു ഫീലൊക്കെ കിട്ടി. അങ്ങനെ ലൈറ്റും അങ്ങനത്തെ ബിൽഡിങ്ങുകളായിട്ട് ചെറിയൊരു ദുബായിട്ടോ, വലുതല്ല ചെറിയൊരു ദുബായ്. പിന്നെ ഞാൻ ഒരു 4 മാസം മുന്നേ ഇവിടെ പോയിട്ടുള്ളൂ. ട്രോളല്ലേ എന്റെ പാസ്പോർട്ടിൽ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇട്ട് പോസ്റ്റുകൾ നോക്കി അതിലുണ്ടല്ലോ, ഇൻസ്റ്റയിലുണ്ടല്ലോ, ഞാൻ ബുർജ് ഖലീഫയുടെ മുമ്പിൽ പോസ്റ്റ് ഉണ്ടല്ലോ. എന്തായാലും ഈ കുട്ടികളുടെ അവസ്ഥ പാവം തോന്നും. ഇവരെ ബാക്കിൽ നിന്ന് വല്ല ഭിക്ഷാടനം ഉണ്ടോന്ന് അറിയില്ല. കണ്ടാ ക്യാമറ കണ്ടപ്പോ ഇതിന് മണ്ടുണ്ട്. അപ്പൊ മിക്കവാറും എന്തെങ്കിലും ഭിക്ഷാടന കയറാം അല്ലേ, എനിക്കതാ തോന്നണത്. കണ്ടാ മണ്ടു നോക്കിയ ക്യാമറ കണ്ടപ്പോ സംഭവം മിക്കവാറും എന്തോ ഇതിന്റെ ബാക്കിലേ മാഫിയ ഉണ്ടെന്ന് തോന്നണ കേട്ടാ. ഞങ്ങളിങ്ങനെ മുംബൈയിൽ നിന്ന് പൂനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈ ഞങ്ങളെല്ലാവരും കണ്ടതാണ് മുന്നേ, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് മുംബൈ. അപ്പോൾ പിന്നെ എന്തോ വണ്ടി ഇങ്ങനെ പണിയിട്ട് കയറപ്പോഴേ അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മൂഡില്ല.
റെയിംക്കാണെങ്കിൽ ബാക്ക് കയറുന്ന നല്ല ഉറക്കം അങ്ങനെയാണ്. പൂനെ ഈ എക്സ്പ്രസ് വേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് പറ്റണ ഗോവ പിടിക്കും, അവിടുന്ന് അങ്ങനെ ബാംഗ്ലൂർ. അതാണ് പ്ലാൻ. ഇപ്പോൾ അങ്ങനെ ഫോൺ യൂസ് ചെയ്ത് പറഞ്ഞിട്ട് ഫൈന് കിട്ടിയിട്ടുണ്ട്. ഓല് പോണോക്കി മഹാരാഷ്ട്ര പോലീസ് ഓർക്ക് ഹെൽമെറ്റും കാര്യങ്ങളും വേണ്ട, ഒരു കുഴപ്പമില്ല. നമ്മളേക്കൊന്ന് ഫൈൻ വാങ്ങണം. ഞങ്ങളിങ്ങനെ പൂനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിലാണ് ഇവിടുത്തെ കത്തികള്. ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന കാണാൻ പറ്റുന്ന കാണിച്ചു കൊടുക്കുക. കത്തിക്കൊണ്ടിരിക്കാണ്, കാട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡാണ് നല്ല കത്തുന്നത്. അവിടെ കത്തി തീർന്നിക്കണ ആകെ പുക വന്നിട്ടതാ ഇപ്പോഴും. കിണ്ണം കാച്ച ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ അടുത്തൊന്നും തീരുന്നു തോന്നുന്നില്ല. തല വരെ ഉണ്ട്. നല്ല അടിപൊളി ബ്ലോക്ക് കൊടുത്ത് പൈസയും കൊടുത്തിട്ട് നല്ല കിണ്ണം കാച്ച ബ്ലോക്ക്. പ്രേമിക്ക് നല്ല ഉറക്കായിരുന്നു. ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ. ആ പോലീസ് കുടിക്കുന്നതിന് മുന്നേ വരെ നല്ല ഉറക്കായത്. പിന്നെ എണീറ്റതാ, പോലീസുകാരെ നീപ്പിച്ചതാ. നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ജാതി ബ്ലോക്ക് അറിയോ? പ്രേമിക്ക് ഭ്രാന്ത് വെച്ചിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് ആ ഫോണ്. ഓക്കെ, നല്ല ബ്ലോക്കാണ്. എന്താണ് അവിടെ പറ്റിക്കണ അറിയില്ല. നല്ല ആക്സിഡന്റ് ആണോ, ഇനി നേരത്തെ തീ പിടിച്ചതിന് എന്തെങ്കിലും സംഭവമാണോ ഒന്നും അറിയില്ല. വണ്ടിയുടെ ഒക്കെ ക്ലച്ചൊക്കെ കത്തിയില്ല, അതിനെ മണുണ്ട്. മനുഷ്യ ഇങ്ങോന്ന് കേറി ഇങ്ങോയ പോലെ നേരായിട്ട് ഇതേ പെടുത്തം തന്നെ. ആ ഓല് പോയിക്കോട്ടെ, പോലീസൊക്കെ പോയിട്ട് പോയാൽ മതി. ഇതാ മണിക്കൂറുകളായിട്ട് അതാണ് അവസ്ഥ. ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. റെയിംക്ക പാവത ഓടി വരുന്നു. കുടുങ്ങി നിർത്തി കൊടുക്കണില്ല. റെയിംക്ക ഇങ്ങോട്ട് ഓടണേ. എക്സസൈസോ? ഞാൻ നിർത്തൂല. ഇതാണ് അവസ്ഥ. സൂം ചെയ്ത് കൊടുത്താണ്. ആ ഈ ബ്ലോക്കാണ്, റെഡ് ലൈനാണ്. അപ്പൊ അടുത്തൊന്നും കഴിച്ചിലാവുന്നില്ല അർത്ഥം. ഈ ബ്ലോക്കും കടന്നിട്ടേ എങ്ങനെ പോവാനാ? നിങ്ങൾ വിചാരിച്ച മാതിരി തന്നെ കേട്ടാ. ഈ ബ്ലോക്കൊക്കെ ആ തല വരെ ഉണ്ട്. പാമ്പ് വരെ മുണിങ്ങേരി. ഇതിപ്പോ ഒന്ന് കഴിച്ചിലാവും. ഇന്ന് കഴിച്ചിലായിട്ട് നമ്മളെ പോക്കുണ്ടാവും. പൂനേക്ക് എത്തുവോ? ഇപ്പൊക്കാണെങ്കിൽ പൂനേക്ക് എത്തും നിൽക്കൊന്നുമില്ല. ആട് കിടന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലേ സൈഡാക്കിട്ട്. മക്കളെ നിങ്ങളൊന്നും പോവൂല, ഇവിടെ നിക്കലേ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ 1.5 മണിക്കൂറായി നൃത്തം തുടങ്ങിയിട്ട്. ഇപ്പഴാ വന്ന് കഴിച്ചിലാവണത്. വേറെ നൃത്തം കാണുമ്പോഴേക്ക് സങ്കടം തോന്നുക. നമ്മള് പിന്നെയും പെട്ടാ ബെസ്റ്റ്. എന്നാലും ഇവരെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പഴും ഇവരെ മഞ്ഞ ഇത് ചുവപ്പ് മാറിയിട്ടില്ല കേട്ടാ. നിങ്ങളെ നിന്നോടെ മക്കളെ അതൊക്കെ